ഗസയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. ഇന്ന് കൈമാറുന്ന ബന്ദികളുടെ പട്ടിക ഹമാസ് അല്പസമയം മുൻപ് ഇസ്രായേലിന് കൈമാറിയിരുന്നു. നേരത്തെ നിശ്ചയിച്ചിരുന്ന വെടിനിർത്തൽ സമയത്തിന് ശേഷം ഇസ്രായേൽ സേന 10 പേരെയാണ് ഗസയിൽ വധിച്ചത്. ലോകം ഒന്നാകെ കാത്തിരിക്കുന്ന ആ പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. വെടിനിർത്തൽ നടപ്പിൽ വന്നിരിക്കുകയാണ്. വിവരങ്ങൾ BK സുഹൈൽ നൽകും. സുഹൈൽ, ബന്ദികളെ പരസ്പരം കൈമാറുമെന്ന് അറിയിച്ചിരിക്കുന്നു. പട്ടിക കൈമാറിയിരിക്കുകയാണ്. ഗസയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതായി ഇസ്രായേൽ തന്നെ സ്ഥിരീകരിക്കുകയാണോ ഈ നിമിഷം? ദിവ്യ, ലോകം കാത്തിരുന്ന ആ നിമിഷം ഇതാ എത്തിയിരിക്കുകയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു തന്നെ പ്രഖ്യാപിച്ചു, വെടിനിർത്തിയിരിക്കുകയാണ് എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. അവസാന നിമിഷത്തെ ആശങ്കകളും ഒഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് കൈമാറുന്ന ബന്ദികളുടെ പേരുകളെങ്കിലും കൈമാറണം എന്നായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു അവസാന ഘട്ടത്തിൽ പറഞ്ഞത്. ആ 3 പേരുടെ പട്ടിക ഇപ്പോൾ ഹമാസ് ഇസ്രായേലിന് കൈമാറിയിരിക്കുകയാണ്. 3 പേരും വനിതകളാണ്. ആ വനിതകളുടെ തിരിച്ചുവരവാണ്, അല്ലെങ്കിൽ അവരുടെ മോചനമാണ് ഇനി ലോകമാകെ കാത്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഗസയിൽ നിന്ന് കാണാൻ കഴിയുന്ന ദൃശ്യങ്ങൾ ആഹ്ലാദത്തിന്റെയും അതേപോലെ തന്നെ സന്തോഷത്തിന്റെയും നിമിഷങ്ങളാണ്. 15 മാസം കടുത്ത വംശഹത്യയിലും അതേപോലെ തന്നെ തീരാ ദുരിതങ്ങളിലും കഴിഞ്ഞിരുന്ന ഒരു ജനത ഇപ്പോൾ അവരുടെ ഒരു ആഹ്ലാദം പ്രകടിപ്പിക്കുകയാണ്. 15 മാസം നീണ്ട അവരുടെ അതിജീവനത്തിന് ശക്തിയുണ്ടായി എന്ന് പറയുകയാണ്. ചരിത്രത്തിൽ തുല്യതകളില്ലാത്ത ഒരു വിജയമായി തന്നെ ഇത് നമുക്ക് കാണാൻ കഴിയും. കാരണം ഏറ്റവും ചുരുങ്ങിയ ഒരു പ്രദേശത്ത് ഇത്രയും വലിയ ആയുധശേഖരവും അതേപോലെ തന്നെ ഇന്റലിജൻസ് സംവിധാനങ്ങളും ഇത്രയും സമയം ഈ 15 മാസവും അവർക്കുമേൽ തീരാ ദുരിതങ്ങൾ പെയ്തിട്ടും അവരുടെ അതിജീവനം അത്രയും ശക്തമായിരുന്നു. ആ അതിജീവനത്തിന്റെ ആഘോഷമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും കാലമായി ഈ ഇസ്രായേൽ 15 മാസം കൊണ്ട് വടക്കൻ ഗസയിലെ ഓരോ പ്രദേശത്തു നിന്നും, ബൈത്ത് ഹാനിൽ നിന്ന്, ജബാലിയിൽ നിന്ന്, ഗസ സിറ്റിയിൽ നിന്ന്, അവിടെ നിന്നെല്ലാം ആട്ടിപ്പായിക്കുകയായിരുന്നു അവരെ തെക്കൻ ഗസയിലേക്ക്. ആ തെക്കൻ ഗസയിൽ നിന്ന് അവർ നിരുപാധികം ഇതാ വടക്കൻ ഗസയിലേക്ക് ഒഴുകിപ്പോകുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നു. ദൈറുൽ ബല അടക്കമുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളിൽ നിന്ന് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ അത് ആഘോഷത്തിൻ്റെതാണ്. നമുക്കറിയാം, ഹമാസിനെ ഇല്ലാതെയാക്കുക എന്നുള്ളതായിരുന്നു ഇത്രയും കാലം 15 മാസവും നെതന്യാഹുവിന്റെ ലക്ഷ്യമെങ്കിൽ ഇപ്പോൾ ആ ഹമാസിന് മുമ്പിൽ കീഴടങ്ങിയിട്ടാണ്. ഏറ്റവും അവസാനം ഹമാസ് 3 പേരുകൾ നൽകണം എന്ന് പറഞ്ഞിട്ടാണ് നെതന്യാഹു ഇപ്പോൾ ഈ വെടിനിർത്തലിലേക്ക് പോയിട്ടുള്ളത്. എന്ന് മാത്രമല്ല, 3 ബന്ദികളുടെ തിരിച്ചുവരവിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇപ്പോൾ നെതന്യാഹു. തീർച്ചയായും ഹമാസിന്റെ വലിയ വിജയമായി തന്നെ നമുക്കിതിനെ കാണേണ്ടി വരും. ഹമാസിന്റെ പ്രമുഖരായ നേതാക്കളെ, ഇസ്മായിൽ ഹനിയ അടക്കമുള്ള നേതാക്കൾ, യഹിയ സിൻവാറിനെ എല്ലാം വധിച്ചിട്ടും ഇപ്പോഴും ഹമാസ് ഈ ഗസയിൽ ശക്തമാണ് എന്ന് തെളിയിക്കുന്നതിന്റെ ഒരു സൂചനയായി തന്നെ നമുക്ക് ഈ വെടിനിർത്തലിനെ കാണേണ്ടി വരും. കാരണം ഈ വെടിനിർത്തൽ എന്ന് പറയുന്നത് കഴിഞ്ഞ മെയ് മാസത്തിൽ ടേബിളിലുള്ള വെടിനിർത്തലാണ്. ഈ കരാറിലെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ മെയ് മാസത്തിൽ ബൈഡൻ നെതന്യാഹുവിന് മുമ്പിൽ അവതരിപ്പിച്ചതാണ്. അന്നൊന്നും തന്നെ താൻ ഈ വെടിനിർത്തലിന് വഴങ്ങില്ല എന്നായിരുന്നു നെതന്യാഹു പറഞ്ഞിരുന്നത്. കാരണം അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞ യുദ്ധലക്ഷ്യങ്ങളൊന്നും നേടാതെ ഒരിക്കലും ഞാൻ വെടിനിർത്തലിലേക്ക് പോകില്ല എന്ന നെതന്യാഹുവിന്റെ സ്വന്തം ഒരു വാശിയിലാണ് ഇത്രയും കാലം ഇത് നീണ്ടുപോയത്. പക്ഷേ അതുകൊണ്ട് സംഭവിച്ചത് കുറേയേറെ ബന്ദികൾ മരിച്ചുപോയി എന്നുള്ളതല്ലാതെ യാതൊരുവിധ നേട്ടവും നെതന്യാഹുവിന് ഉണ്ടാക്കാൻ സാധിച്ചില്ല. ഇപ്പോൾ നമ്മൾ കാണുന്നത് പ്രധാനപ്പെട്ട ഒരു നടപടി എന്ന നിലക്ക് 3 പേരുടെ മോചനമാണ്. ആ 3 പേർ, ആ 3 സ്ത്രീകളെയല്ലേ ഇന്നനി ഹമാസ് വിട്ടയക്കാൻ പോകുന്നത്? തീർച്ചയായും ഇപ്പോൾ നമ്മൾ നൽകുന്നത് ആ 3 പേരുടെ ദൃശ്യങ്ങളാണ്. അത് ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്ന ദൃശ്യങ്ങളാണ്. ഈ 3 പേരെയുമാണ് ഇന്ന് മോചിപ്പിക്കപ്പെടാൻ പോകുന്നത്. അവർ ജീവനോടുകൂടി തിരിച്ചു വരുന്നു എന്ന് പറയുമ്പോൾ ഇസ്രായേലിലെ ജനങ്ങൾക്ക് തന്നെ അത് അത്ഭുതമാണ്. കാരണം 15 മാസമായി ഇവർ എവിടെയാണ് ഉണ്ടായിരുന്നത്? അവരുടെ ഭക്ഷണവും വെള്ളവും ആരോഗ്യവും എങ്ങനെയാണ് ഹമാസ് ഇത്രയും കാലം സംരക്ഷിച്ചത്? പല ആളുകളും പറഞ്ഞിരുന്നു, ബന്ദികളെല്ലാം ഇല്ലാതെയായി, അവരെ ഇനി പുറത്തു വരില്ല, ഹമാസിന്റെ എല്ലാ ശേഷിയും ഞങ്ങൾ തകർത്തു, അവരുടെ തുരങ്ക ശൃംഖല ഞങ്ങൾ തകർത്തു എന്നൊക്കെയായിരുന്നു ഇസ്രായേൽ തന്നെ പലതവണ നുണപ്രചാരണം നടത്തിയിരുന്നത്. എങ്കിൽ യഹിയ സിൻവാറിനെ ഇല്ലാതാക്കിയതോടുകൂടി തുരങ്ക ശൃംഖല ഇല്ലാതായി എന്നായിരുന്നു പല ഇസ്രായേലി മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും പ്രചരിപ്പിച്ചിരുന്നത്. എങ്കിൽ ഇപ്പോൾ ആ തുരങ്കങ്ങളിൽ നിന്ന് അല്പസമയത്തിനകം ജീവനോടുകൂടി ആ 3 സ്ത്രീകളും പുറത്തു വരികയാണ്. അതിനുള്ള കാത്തിരിപ്പിലാണ് ലോകമുള്ളത്. കഴിഞ്ഞ തവണ നമുക്കറിയാം, 1 വർഷം മുമ്പ് വെടിനിർത്തൽ ഉണ്ടായ ഘട്ടത്തിൽ ഗസ സിറ്റിയിൽ വെച്ചുകൊണ്ടായിരുന്നു ആ ബന്ദികളെ ഇസ്രായേലിന് വേണ്ടി ഹമാസ് സംഘം പുറത്തേക്ക് എത്തിച്ചിരുന്നത്. അപ്പോൾ ഏറ്റവും വലിയ ആയുധശേഖരത്തോടു കൂടി, ഏറ്റവും അത്യാധുനികമായ സംവിധാനങ്ങളോട് കൂടി ഹമാസിന്റെ പോരാളികൾ ഗസ സിറ്റിയിൽ നിറഞ്ഞ കാഴ്ച കണ്ടപ്പോൾ ലോകം തന്നെ അത്ഭുതപ്പെട്ടിരുന്നു. അത്തരമൊരു കാഴ്ച 3 പേരെയാണ് എങ്കിൽ പോലും ആദ്യഘട്ടത്തിൽ ആ 3 പേരെ കൈമാറുന്ന കാഴ്ച ലോകത്തിനു വേണ്ടി സമ്മാനിക്കുന്നത് ഹമാസ് തന്നെയായിരിക്കും. എന്ന് മാത്രമല്ല, ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത്
ഗസയിലെ പ്രധാനപ്പെട്ട ഇടങ്ങളിൽ നിന്നെല്ലാം ഇസ്രായേലി സേന പിന്മാറി എന്നുള്ളതാണ്. റഫാ സിറ്റിയിൽ നിന്നും ഖാൻ യൂനിസിൽ നിന്നും പ്രധാനപ്പെട്ട ഗസ നഗരങ്ങളിൽ നിന്നും ഇസ്രായേലി സേന പിന്മാറുകയാണ്. ആ ഘട്ടത്തിലാണ് ഹമാസ് പ്രഖ്യാപിക്കുന്നത് ആ പ്രദേശത്തിന്റെ എല്ലാം നിയന്ത്രണം ഇനി ഗസയിലെ ഹമാസിന്റെ പോലീസിനായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ എവിടെയാണ് ഹമാസ് തോറ്റുപോയി എന്ന് പറഞ്ഞത്? അതേ ഇടങ്ങളിൽ ഹമാസിന്റെ പോലീസിനെ സുരക്ഷാ സംവിധാനങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് ഇസ്രായേലി സേന പിന്മാറുന്ന കാഴ്ച ചരിത്രത്തിലെ അപൂർവമായ കാഴ്ചയാണ്. ആ കാഴ്ചയ്ക്ക് ഇപ്പോൾ ഗസ സാക്ഷ്യം വഹിക്കുന്നു. കാരണം ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ ഇടമായി തന്നെ, ഒരു ഏടായി തന്നെ ഇതിനെ വാഴ്ത്തപ്പെടും. കാരണം